ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇന്ന് ഏട്ടൻ വന്നപ്പോൾ ചിക്കൻ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പണിയിലാണ്. ആശീർവാദിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കാറ്. അത് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചപ്പാത്തി. അപ്പോൾ അത് വേഗം പരത്തലും ചുട്ടെടുക്കലും ഞാൻ ഒരുമിച്ചാണ് ചെയ്യാറ്. അതിങ്ങനെ പൊന്തി വരണ കാണാൻ നല്ല രസമാണ്, എനിക്ക് ഇഷ്ടമാണ്. ചില പ്രാവശ്യമൊക്കെ ചിലപ്പോൾ കരിഞ്ഞൊക്കെ പോകും കേട്ടോ, എന്നാലും കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കാറുണ്ട്. മോൾക്കാണെങ്കിൽ ചപ്പാത്തി അങ്ങനെ അത്ര ഇഷ്ടമല്ല. അവൾക്ക് ചോറാണ് കൂടുതലും ഇഷ്ടം. മറ്റുള്ള പലഹാരമൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ചപ്പാത്തിയോട് വലിയ താല്പര്യമില്ല. ഗരം മസാല പൊടിച്ചതൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. ഏട്ടൻ പറഞ്ഞ ഏട്ടൻ പൊടിച്ചു തരാമെന്ന്. ഏട്ടൻ അതൊക്കെ നല്ലോണം വറുത്തെടുത്തു. അതിൻ്റെ കൂടെ ഏട്ടൻ നമ്മുടെ കറിവേപ്പിലയും കൂടിയും ഇടും. അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞ് നല്ലോണം നല്ല വറുത്തെടുക്കും. വെള്ളമൊക്കെ പോയി കിട്ടണം, അല്ലെങ്കിൽ കേട് വരും പൊടി. അപ്പോൾ നല്ലോണം വറുത്തിട്ട് അത് നന്നായിട്ട് പൊടിച്ച് വയ്ക്കും. അത് നമ്മൾ എയർടൈറ്റുള്ളൊരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാമല്ലോ. ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് പോയി. അതൊന്ന് ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഒന്ന് അരച്ചെടുത്തത്. ആദ്യം അരച്ചെടുത്തു, അപ്പോൾ അതൊന്നും ഇതായിട്ടുണ്ടായില്ല, അരഞ്ഞുണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുത്തു. അപ്പോഴത്തേക്കും ചട്ടി ചൂടായി. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ടു. പച്ചമുളക് ഒന്ന് ഇതാക്കിയപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലയും പച്ചമുളകും നല്ലോണം ഒന്ന് വഴണ്ടി വരുന്ന വരെ ഇളക്കി കൊടുത്തു. മോൾക്ക് ഈ ആഴ്ച പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവളെ ഇവിടെ കാണാത്തത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആയോ ചോദിച്ചുകൊണ്ട് വരും, ടേസ്റ്റ് നോക്കാനാണെന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ കാണാനില്ല, അതുകൊണ്ട് പരീക്ഷ ആയതുകൊണ്ട്. യൂണിറ്റ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരാഴ്ച മുഴുവൻ പരീക്ഷയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേഗം സബോള ഇട്ടു. പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് വാടി വന്നപ്പോൾ സബോള ഇട്ടു. എനിക്ക് തോന്നണതാണോ എന്നറിയില്ല, മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അത് ഭയങ്കര സ്ലോ ആയിട്ടാണ് കുക്കായി വരിക. പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെയൊന്നും വേഗം ആവില്ല. വളരെ സ്ലോവിലേ എല്ലാം മുരിയൊക്കെ ഉള്ളൂ. അപ്പോൾ സബോളയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടു, അതൊന്ന് ഇളക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു. സബോള വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയപ്പോൾ ഞാൻ അതിലേക്ക് പൊടികൾ ചേർത്തു. മഞ്ഞൾപ്പൊടി ഒരു സ്പൂണും, മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി ഒരു 2.5 സ്പൂണ് അങ്ങനെ ചേർത്തു. നല്ലോണം പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാലയുടെ പൊടി ഉണ്ടല്ലോ, അതും കൂടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതിട്ട് കൊടുത്ത് അതും ഇളക്കിയതിന് ശേഷം തക്കാളി ചേർത്തു. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ. ഒരു തക്കാളി ഇട്ടിട്ട് അത് ജസ്റ്റ് അരിഞ്ഞിട്ടിട്ടുള്ളൂ, അരച്ചിട്ടൊന്നുമില്ല. ഞാൻ നല്ലോണം വഴറ്റി. തക്കാളി അങ്ങനെ വല്ലാതെ ഉടയൊന്നും വേണ്ട, അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അത് ഇപ്പോൾ നമ്മൾ ചിക്കനിൽ കിടന്നിട്ട് തന്നെ വെന്തോളും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അത് നല്ലോണം ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നല്ലോണം അതും കൂടി മസാലയിൽ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുത്തു. എന്നിട്ട് അത് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല ചിക്കനിൽ പിന്നെ തനിയെ വെള്ളം ഇങ്ങനെ വരുമല്ലോ. ഞാൻ ജസ്റ്റ് അത് ഇട്ടിട്ട് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുകയാണ് ചെയ്തത്. അതിൻ്റെ വെള്ളം ഊറിയിട്ട് അതിൽ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ, അങ്ങനെ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് ഒഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ കുറച്ചും കൂടി ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വയ്ക്കുകയാണ് ചെയ്തത്. അതൊന്ന് അവിടെ കിടന്നിട്ട് വേവട്ടെ. ഇനിയിപ്പോൾ വെള്ളം പോരാന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ചപ്പാത്തി കഴിക്കണമെങ്കിൽ അത്യാവശ്യം ചാറോട് കൂടിയിട്ടുള്ള കറി വേണം. അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് തിളപ്പിച്ച് വെള്ളം ഒഴിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് എത്രത്തോളം വെള്ളം വരും നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് വേണ്ടിടത്തോളം വെള്ളം നോക്കിയിട്ട് ജസ്റ്റ് തിളപ്പിച്ച് ഒഴിക്കുക എന്നുള്ളത്. തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ നന്നല്ല.
എനിക്ക് ചാറ് കുറച്ചും കൂടി വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു. ഇനി അത് നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഗരം മസാല ആഡ് ചെയ്യാറുണ്ട്. ഗരം മസാല ഇട്ടിട്ട് നല്ല ഒരു മണം കിട്ടും, നല്ലൊരു ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു ടീസ്പൂണല്ല, ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ മിക്സ് ചെയ്തു ഇട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാറുണ്ട് കേട്ടോ, കുരുമുളക് പൊടിയും കൂടി ഇടും. പിന്നെ മല്ലിയില, നമുക്ക് മല്ലിയില പുതിനയിലൊക്കെ ഇടാം, കറിവേപ്പിലയില ഇടാതൊക്കെ ചെയ്യാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കാം. ലാസ്റ്റ് ലേശം ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇത്തിരി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു മണത്തിന് നല്ല, ലാസ്റ്റ് വാങ്ങി വെക്കണ നേരത്ത് ഏട്ടനൊക്കെ ചെയ്യണ പോലെ ചെയ്തതാണ്. അത് ഒന്ന് ഇട്ടിട്ട് അതിലേക്ക് മല്ലിയിലയൊക്കെ ഇട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ കിടന്ന പാത്രങ്ങളൊക്കെ ഞാൻ നേരത്തെ കഴുകി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കേ വേണ്ടു. കഴിച്ചിട്ടുള്ള പാത്രങ്ങളും കൂടി കഴുകി വെച്ചാൽ പിന്നെ പണി കഴിഞ്ഞു. ഇപ്പോൾ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു. അത് നല്ല മഴയും ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ചിലപ്പോൾ കറണ്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നാൽ പിന്നെ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു. മോളാണെങ്കിൽ നേരത്തെ ചോറെടുത്ത് കഴിച്ചു. അവൾക്ക് പിന്നെ ചിക്കൻ കറി വേണ്ടാന്ന് പറഞ്ഞു. അവൾക്ക് മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കൂട്ടിയിട്ട് അവൾ ചോറുണ്ടു. അവൾക്ക് പരീക്ഷ ആയതുകൊണ്ട് ഇങ്ങനെ സമയം കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ വിശക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഒന്ന് വേഗം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം ചോറ് കൊടുത്തു. ഇപ്പോൾ ഞങ്ങളൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ചപ്പാത്തിയൊക്കെ എടുത്ത് എന്തായാലും അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അകത്തേക്കൊന്നും പോകാൻ നിന്നില്ല. അപ്പോൾ ഞാൻ വേഗം 2 പ്ലേറ്റിലെടുത്ത് ഞങ്ങൾ വേഗം, ഇവിടെ ഞങ്ങൾ സാധാരണ ഇരുന്ന് കഴിക്കാറുമുണ്ട്. ഇടയ്ക്കൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കും, ഇടയ്ക്ക് അകത്തിരുന്ന് കഴിക്കും. അങ്ങനെ തോന്നണ പോലെ, അപ്പോൾ തോന്നണ പോലെ. ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അകത്തേക്കും കൂടി ആക്കണ്ടല്ലോ, ഇവിടെ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ പാത്രമൊക്കെ കഴുകി വെച്ചാൽ പണി കഴിയുമല്ലോ. അപ്പോൾ രാവിലെ ആണെങ്കിൽ നേരത്തെ എണീക്കണ്ടേ, മോൾക്ക് സ്കൂളുള്ളതുകൊണ്ട്. അവർക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സും ഉണ്ട്, തുടർന്ന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് പരീക്ഷ കഴിഞ്ഞിട്ട്. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും രാവിലെ നേരത്തെ എണീക്കണം. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ വേഗം കഴിച്ചിട്ട് കഴുകി വെച്ച് കിടന്നു കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്യാം. ഏട്ടന് എന്തായാലും ചിക്കൻ കറി നല്ല ഇഷ്ടമായി, ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചപ്പാത്തി കൂട്ടിയിട്ട് അടിച്ചു പൊളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.